പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധമേഘങ്ങൾ ഒഴിഞ്ഞു തുടങ്ങിയോ? അതോ ഇത് മറ്റൊരു വലിയ കൊടുങ്കാറ്റിന് മുമ്പുള്ള നിശബ്ദത മാത്രമാണോ? ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വരെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്ക ശക്തമായിരുന്നു. എന്നാൽ ഇപ്പോൾ സംഭവ വികാസങ്ങൾ അതിവേഗം മാറുകയാണ്. ഒരു വശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി നയതന്ത്രപരമായ ധാരണയിലെത്താൻ ശ്രമിക്കുമ്പോൾ, മറുവശത്ത് അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ഇസ്രയേൽ ഈ സമീപനത്തെ പരസ്യമായി ചോദ്യം ചെയ്യുകയാണ്. ഇതിനിടെ അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ പുതിയ കണക്കെടുപ്പ് രീതിയും യുദ്ധത്തിൽ അമേരിക്ക നേരിട്ട നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള വിവാദങ്ങളും പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് പുതിയ മാനങ്ങൾ നൽകുന്നു. യുദ്ധത്തിന്റെയും സമാധാനത്തിന്റെയും ഇടയിലുള്ള ഈ നിർണായക ഘട്ടത്തിൽ നടക്കുന്ന ഓരോ നീക്കവും ആഗോള രാഷ്ട്രീയത്തെയും ഊർജ്ജ വിപണിയും അന്താരാഷ്ട്ര സുരക്ഷാ സമവാക്യങ്ങളെ ഗണ്യമായി സ്വാധീനിക്കാൻ ശേഷിയുള്ളതാണ്. ഇസ്രയേലിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്റെ പരാമർശങ്ങളാണ് പുതിയ രാഷ്ട്രീയ വിവാദത്തിന് തുടക്കമിട്ടത്. ഹീബ്രു ഭാഷയിലെ ചാനൽ 12 പുറത്തുവിട്ട റിപ്പോർട്ടിൽ ട്രംപ് ഭരണകൂടം എന്ത് വില കൊടുത്തും ഇറാനുമായി ഒരു കരാറിലെത്താൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രധാന ലക്ഷ്യം ഒരു നയതന്ത്ര വിജയം നേടുക എന്നതാണെന്നും ആ ആഗ്രഹം ഇറാൻ സ്വന്തം നേട്ടത്തിനായി ഉപയോഗപ്പെടുത്തുകയാണെന്നും അദ്ദേഹം വിലയിരുത്തി. ഇന്ന് ലോക സമാധാന ദിനമാണ്. നയതന്ത്രപാത പൂർണ്ണ ശക്തിയോടെ തിരിച്ചെത്തിയിരിക്കുന്നു. ട്രംപ് ഒരു കരാർ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കളും എന്തു വില കൊടുത്തും ഒരു കരാർ ആഗ്രഹിക്കുന്നുണ്ട്. ഇറാനികൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ഈ വിമർശനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ആരോപണം ഇറാനുമായുള്ള ചർച്ചകളെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ അമേരിക്ക ഇനി നേരിട്ട് ഇസ്രയേലുമായി പങ്കുവെക്കുന്നില്ല എന്നതാണ്. മുൻകാലങ്ങളിൽ സുരക്ഷാ വിഷയങ്ങളിൽ വളരെ അടുത്ത ഏകോപനം പുലർത്തിയിരുന്ന ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഇപ്പോൾ ആശയവിനിമയത്തിൽ മാറ്റമുണ്ടായെന്നാണ് ഉദ്യോഗസ്ഥന്റെ സൂചന. ഇറാൻ അമേരിക്ക ചർച്ചകളിലെ പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇസ്രായേൽ സർക്കാർ പരോക്ഷ മാർഗങ്ങളിലൂടെയാണ് അറിയുന്നതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഈ ആരോപണം ശരിയാണെങ്കിൽ പശ്ചിമേഷ്യൻ നയതന്ത്രത്തിൽ അമേരിക്ക സ്വീകരിക്കുന്ന പുതിയ സമീപനത്തിന്റെ സൂചനയായും ഇത് കണക്കാക്കപ്പെടുന്നു. അതേസമയം അമേരിക്കയും ഇറാനും ഒമാന്റെ മധ്യസ്ഥതയിൽ ഒരു ഇടക്കാല ധാരണയിൽ എത്താനുള്ള ശ്രമത്തിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതകളിലൊന്നായ ഹോർമൂസിലൂടെ സുരക്ഷിതമായ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുകയാണ് ഈ ചർച്ചകളുടെ പ്രധാന ലക്ഷ്യം. കഴിഞ്ഞ മാസങ്ങളിലുണ്ടായ സൈനിക സംഘർഷങ്ങളും മിസൈൽ ആക്രമണങ്ങളും കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തെ ബാധിച്ചതോടെ ആഗോള എണ്ണ വിപണിയിൽ വലിയ അനിശ്ചിതത്വമാണ് രൂപപ്പെട്ടത്. ഈ സാഹചര്യത്തിൽ കടലിടുക്ക് വീണ്ടും സുരക്ഷിതമാക്കുന്ന ഒരു താൽക്കാലിക കരാർ സാമ്പത്തിക രംഗത്തിനും അന്താരാഷ്ട്ര വ്യാപാരത്തിനും വലിയ ആശ്വാസമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ട്രംപ് ഭരണകൂടം ഇപ്പോൾ നയതന്ത്രത്തിന് മുൻഗണന നൽകുന്നതിന് പിന്നിൽ ആഭ്യന്തരവും അന്തർദേശീയവുമായ നിരവധി കാരണങ്ങളുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ദീർഘകാല സൈനിക ഏറ്റുമുട്ടൽ അമേരിക്കയുടെ സാമ്പത്തിക ബാധ്യത വർദ്ധിപ്പിക്കുകയും ആയുധ ശേഖരത്തിന് സമ്മർദ്ദമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ധനവില ഉയർന്നതും ജീവിത ചെലവ് വർദ്ധിച്ചതും രാഷ്ട്രീയപരമായ വെല്ലുവിളികളായി മാറിയിരിക്കുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ യുദ്ധം കൂടുതൽ വ്യാപിക്കുന്നതിനേക്കാൾ നയതന്ത്രത്തിലൂടെ ഒരു പരിഹാരം കണ്ടെത്തുക എന്നതാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നിലവിലെ മുൻഗണന എന്നാണ് വിലയിരുത്തൽ. വാരാന്ത്യത്തിൽ കൂടുതൽ ആക്രമണങ്ങൾ നടന്നതിനു പകരം നയതന്ത്രം പിന്തുടരുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതും ഈ മാറ്റത്തിന്റെ ഭാഗമായാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഈ സമീപനത്തെ ഇസ്രായേൽ അതീവ സംശയത്തോടെയാണ് കാണുന്നത്. ട്രംപിന്റെ തീരുമാനമെടുക്കൽ ശൈലിയിൽ വ്യക്തതയില്ല എന്നും അദ്ദേഹത്തിന്റെ നിലപാട് വളരെ വേഗത്തിൽ മാറാൻ സാധ്യതയുണ്ട് എന്നുമാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥന്റെ വിമർശനം. ട്രംപിന്റെ കാര്യത്തിൽ സമാധാനത്തിനും യുദ്ധത്തിനും ഇടയിലുള്ള ദൂരം കീബോർഡിലെ TRU എന്നീ അക്ഷരങ്ങൾക്കിടയിലുള്ള ദൂരമാണ് എന്ന അദ്ദേഹത്തിന്റെ പരാമർശം ഏറെ ശ്രദ്ധ നേടി. ഇപ്പോൾ നയതന്ത്രം മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിലും അടുത്ത നിമിഷം സ്ഥിതി മാറാമെന്ന ആശങ്കയാണ് ഈ വാക്കുകൾ പ്രതിഫലിപ്പിക്കുന്നത്. ഇതിനിടെയാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പിനെതിരെ മറ്റൊരു ഗുരുതര ആരോപണം ഉയർന്നിരിക്കുന്നത്. ജൂലൈ 7 മുതൽ ഇറാന്റെ പ്രതികാര നടപടികളിൽ കൊല്ലപ്പെട്ടതോ പരിക്കേറ്റതോ ആയ അമേരിക്കൻ സൈനികരുടെ കണക്കെടുപ്പ് രീതി മാറ്റി എന്നാണ് അന്വേഷണാത്മക മാധ്യമമായ ദ ഇന്റർസെപ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. മുമ്പ് എല്ലാ യുദ്ധ നാശനഷ്ടങ്ങളും പ്രതിരോധ കാഷ്വാലിറ്റി അനാലിസിസ് സിസ്റ്റം എന്ന ഔദ്യോഗിക സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും ഇപ്പോൾ ജൂലൈ 7 ശേഷമുള്ള കണക്കുകൾ ഓവർസീസ് ഓപ്പറേഷൻസ് എന്ന പ്രത്യേക വിഭാഗത്തിലേക്ക് മാറ്റിയെന്നാണ് റിപ്പോർട്ട്. പുതിയ കണക്കുകൾ പ്രകാരം ജൂലൈ 7 മുതൽ 273 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള യുദ്ധഘട്ടങ്ങളിലെ നാശനഷ്ടങ്ങളുമായി ചേർത്താൽ ഔദ്യോഗിക കണക്കിൽ ആകെ 704 പേരാണ് മരണപ്പെട്ടതോ പരിക്കേറ്റതോ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഔദ്യോഗിക പട്ടികയിൽ ഉൾപ്പെടാത്ത നിരവധി മരണങ്ങൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടെന്നും അവയും ഉൾപ്പെടുത്തിയാൽ യഥാർത്ഥ മരണസംഖ്യ 900 കടക്കാമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഇതാണ് കണക്കുകളുടെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ജൂലൈ 7 ശേഷമുള്ള സൈനിക നാശനഷ്ടങ്ങൾ മുൻ വർഷങ്ങളെക്കാൾ 83% കൂടുതലാണ് എന്നാണ് പ്രതിരോധ വകുപ്പിന്റെ സ്വന്തം കണക്കുകൾ സൂചിപ്പിക്കുന്ന മറ്റൊരു പ്രധാന വിവരം. ഇറാൻ ഇപ്പോൾ ആക്രമണ ഡ്രോണുകളും അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളും സംയോജിപ്പിച്ച് അമേരിക്കൻ സൈനിക താവളങ്ങളെ കൂടുതൽ കൃത്യതയോടെ ലക്ഷ്യമിടാൻ ശേഷി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അമേരിക്കൻ സുരക്ഷാ വൃത്തങ്ങളും വിലയിരുത്തുന്നത്.
ജൂലൈ 9 മുതൽ പശ്ചിമേഷ്യയിലെ കുറഞ്ഞത് 9 അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ ഇറാൻ ആക്രമണം നടത്തിയതായും നിരവധി കേന്ദ്രങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും അമേരിക്കൻ ഉദ്യോഗസ്ഥർ സമ്മതിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. പ്രതിരോധ വകുപ്പിന്റെ പുതിയ കണക്കെടുപ്പ് രീതിയെക്കുറിച്ചുള്ള വിവാദം ഇതോടെ കൂടുതൽ ശക്തമായിരിക്കുകയാണ്. 40 ദിവസത്തെ യുദ്ധഘട്ടം അവസാനിച്ചതിനാൽ പശ്ചിമേഷ്യയിലെ സൈനിക പ്രവർത്തനങ്ങളെ വിദേശ പ്രവർത്തനങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയതാണെന്നാണ് പ്രതിരോധ വകുപ്പ് വിശദീകരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി പൊതുജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാനാണ് ഈ പുതിയ സംവിധാനം രൂപകൽപ്പന ചെയ്തതെന്നാണ് ചില മുൻ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആരോപണം. പരിക്കേറ്റവരുടെ എണ്ണവും മരണസംഖ്യയും പൊതുജന ശ്രദ്ധയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമമാണിതെന്നാണ് അവർ വിമർശിക്കുന്നത്. ഇതിനിടെ ഈ ആരോപണങ്ങളെ പ്രതിരോധ വകുപ്പ് പൂർണ്ണമായും നിഷേധിച്ചു. നാശനഷ്ടങ്ങൾ മറച്ചുവെക്കുകയാണെന്ന റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമാണെന്നാണ് വകുപ്പ് വക്താവ് ഷോൺ പാർണർ പ്രതികരിച്ചത്. എന്നിരുന്നാലും DCAS കണക്കുകളിലുണ്ടായ മാറ്റങ്ങൾ സംശയങ്ങൾ ശക്തമാക്കുകയാണ്. ജൂലൈ 21-ന് 500 മരണങ്ങൾ രേഖപ്പെടുത്തിയിരുന്ന കണക്ക് പിന്നീട് 431 കുറച്ചതും ഏപ്രിൽ പരിക്കേറ്റവരുടെ എണ്ണത്തിൽ വിശദീകരണമില്ലാതെ തിരുത്തൽ വരുത്തിയതും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അമേരിക്കൻ സൈനികരുടെയും മുൻ സൈനികരുടെയും പ്രശ്നങ്ങൾ പഠിക്കുന്ന വാർഹോസ് പുറത്തുവിട്ട വിവരാവകാശ രേഖകൾ ഫെബ്രുവരി 28 മുതൽ ഏപ്രിൽ 8 വരെ മാത്രം 400-ലധികം മരണങ്ങൾ രേഖപ്പെടുത്തിയതായി സൂചിപ്പിക്കുന്നു. അതിൽ മാർച്ച് 18-ന് മാത്രം 70 പേർ കൊല്ലപ്പെട്ടതായി രേഖകളിൽ പറയുന്നുണ്ട്. ഔദ്യോഗിക കണക്കുകളുമായി ഈ വിവരങ്ങൾ പൊരുത്തപ്പെടാത്തത് യുദ്ധത്തിലെ യഥാർത്ഥ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയർത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയവും സൈനികവുമായ സമവാക്യങ്ങൾ അതിവേഗം മാറുകയാണ്. ട്രംപ് ഭരണകൂടം നയതന്ത്രത്തിലൂടെ സംഘർഷം അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇസ്രായേൽ അതിനെ ആശങ്കയോടെയാണ് കാണുന്നത്. മറുവശത്ത് ഇറാൻ സൈനിക സമ്മർദ്ദവും നയതന്ത്ര ചർച്ചകളും ഒരേ സമയം ഉപയോഗിച്ച് തങ്ങളുടെ തന്ത്രപരമായ നേട്ടം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന വിലയിരുത്തലും ശക്തമാണ്. അതിനാൽ അടുത്ത ഏതാനും ദിവസങ്ങളിലെ ചർച്ചകളും തീരുമാനങ്ങളും പശ്ചിമേഷ്യയുടെ ഭാവിയെ മാത്രമല്ല ആഗോള സമ്പദ് വ്യവസ്ഥയും ഊർജ്ജ സുരക്ഷയും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെയും നിർണായകമായി സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. യുദ്ധത്തിന്റെ തീ പൂർണ്ണമായും അണയുമോ അതോ നയതന്ത്രത്തിന്റെ മറവിൽ പുതിയ സംഘർഷങ്ങൾക്ക് വഴിയൊരുങ്ങുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ലോകം ഇപ്പോൾ കാത്തിരിക്കുന്നത്.